സദൃശവാക്യം 25-ൻ്റെ 2-ാം വാക്യം വായിക്കാം. കാര്യം മറച്ചു വെക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, കാര്യം അറിയുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ഇതിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം കാര്യം മറച്ചു വെക്കുന്നതാണ് സ്തോത്രം. എങ്കിൽ രാജാക്കന്മാരുടെ മഹത്വമോ അതാരാഞ്ഞറിയുന്നതാണ്. ഇതിന് സ്തോത്രം. സദൃശവാക്യം അതിൻ്റെ ദാനിയേൽ പ്രവചനം അതിൻ്റെ 1-8 വാക്യം വായിക്കാം നമുക്ക്. സ്തോത്രം. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടോ അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടോ തങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ല. സ്തോത്രം. ദാവീദൊരു പ്രതിഷ്ഠ എടുക്കുകയാണ്. ദാവീദൊരു പ്രതിഷ്ഠ ഉള്ളവനാണ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ. അവൻ പറയാണ്, രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടോ അവൻ്റെ ഭോജനം കൊണ്ടോ ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ നാം ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞവനാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും പോയി ഭക്ഷണം കഴിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അതിൻ്റേതായ കാര്യഗൗരവങ്ങളുള്ളവരായിരിക്കണം. ദൈവവിധം വിട്ടുള്ള അടിയന്തരങ്ങൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ നമുക്ക് പോയി അതിൻ്റെ മുന്നിൽ ഭക്ഷണം കഴിക്കുവാനോ അവരുമായിട്ട് കൂട്ടുകൂടാനോ നമുക്ക് വ്യവസ്ഥയില്ല. സ്തോത്രം. നമ്മുടെ ചിലപ്പോൾ സഹോദരൻ്റെ വീടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സ്നേഹിതൻ്റെ വീടായിരിക്കും. ആ സ്നേഹിതൻ ഒരു നല്ലൊരു കാര്യം അയാളുടെ ഭവനത്തിൽ നടക്കുമ്പോൾ ഞാൻ എങ്ങനെ വേർപെട്ട് ഇരിക്കും, എന്നെ അവരെങ്ങനെ കാണും എന്നല്ല. നീ വേർപെട്ട് ഇരിക്കണം. നീ വേർപാട് അന്വേഷിച്ചേ പറ്റൂ. നീ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ്. അതാണ് നിൻ്റെ സാക്ഷ്യം. സ്തോത്രം. ഈ ഭോജനം വീക്ഷിച്ച ദാവീദ് ഇനെന്ത് നമുക്കതിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കാം. രാജാവ് അവരോട് സംസാരിച്ചേറെ എല്ലാവരിലും വെച്ച് ദാനിയേലും മിഷേൽ അസിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. പച്ചവെള്ളവും ഭോജനാഹാരവും കഴിച്ചു വളർന്ന ശരീരപുഷ്ടിയുള്ളവരായവർ, ഇത്രയും ആരോഗ്യമുള്ളവരും ഇത്രയും ജ്ഞാനമുള്ളവരെ വേറെ ആരെയും കണ്ടില്ലെന്നാണ് പറയുന്നത്. സ്തോത്രം. അതാണ് ദൈവത്തിന് വേണ്ടി നീ വേർതിരിഞ്ഞു നിന്നാൽ നിൻ്റെ ദൈവം അവിടെ മാനിക്കും. ദൈവം മഹത്വമുള്ള കാര്യം നിനക്ക് വെളിപ്പെടുത്തി തരും. സ്തോത്രം. അതിന് തന്നെ നമുക്ക് യോന പ്രവചനം അതിൻ്റെ 3-ന്റെ 1 എന്ത് പറയണമെന്ന് നോക്കാം. മൂന്നിൻ്റെ 5-ാം വാക്യം, 3-ന്റെ 2-ാം വാക്യം വായിക്കാം. നിനവേലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളിച്ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞ്, നിനവേ ചെന്ന് അതിനോട് ഞാൻ പറയുന്ന പ്രസംഗം പ്രസംഗിക്കാൻ കർത്താവ് പറഞ്ഞ്. എങ്കിൽ അൽപ്പാടുള്ളവൻ ചെന്നപ്പോൾ അവൻ ചെന്ന് ആ ദേശത്തോട് സംസാരിച്ച് പ്രസംഗിച്ച്, ഇനി നിനവേ 40 ദിവസം കഴിയുമ്പോൾ മൂലനാശമാവും എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ജനമെല്ലാം കേട്ട് അനുസരിച്ചൊരു ഉപവാസം പ്രഖ്യാപിച്ച്. സ്തോത്രം. ദൈവത്തിൽ വിശ്വസിച്ച് അവരൊരു ഉപവാസം പ്രഖ്യാപിച്ച്. ആ ഉപവാസം പ്രഖ്യാപിച്ചവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ രട്ടെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ യോനയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യം, മറഞ്ഞിരിക്കുന്ന കാര്യം യോനയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് ആ കാര്യം അവിടെ പറഞ്ഞപ്പോൾ അവർ രട്ടെടുത്ത്
പിന്നത്തേതിൽ അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് സ്തോത്രം, ദൈവം അതോർത്ത് അനുദപിച്ചെന്ന കാണുന്നത്. സ്തോത്രം, അവർ മനം തിരിഞ്ഞെന്ന് കണ്ടപ്പോൾ, അവരുടെ പ്രവൃത്തിയിൽ കണ്ടപ്പോൾ, ദൈവം അവരുടെ പ്രവൃത്തിയെ കണ്ടപ്പോൾ, സ്തോത്രം, ദൈവം അവർക്ക് വരുത്തുമെന്ന് വെച്ചാൽ അതിനർത്ഥം വരുത്തിയില്ല. ഇതിന് സ്തോത്രം. ഇതാണ് മറഞ്ഞിരിക്കുന്ന കാര്യം വെളിപ്പെടുത്തി കൊടുക്കുന്ന ആർക്കാണ്? അവൻ്റെ ദാസന്മാർക്കാണ്. സ്തോത്രം. യശയ്യാപ്രവചനം അതിൻ്റെ 58-ന്റെ 6-ാം വാക്യം വായിക്കാം. സ്തോത്രം. അന്യായ ബന്ധങ്ങളെ അഴിക്കുക, മുഖത്തിൻ്റെ അമിക്കയറുകളെ പൊട്ടിക്കുക. സ്തോത്രം. നമ്മൾ ഒരു ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയൊരു വിടുതൽ നടക്കണം. അതാണ് ഒരു ഉപവാസ പ്രാർത്ഥന. ഇവിടെ നിലവേക്കാരുടെ ഉപവാസം നമ്മൾ കണ്ട്. സ്തോത്രം. ഈ യശയ്യാപ്രവാചകൻ പറയുകയാണ്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് വിടുകയില്ലെന്ന് ശത്രു വാദിക്കുന്ന അനേകം വിഷയങ്ങളോട് നമ്മുടെ നന്മയെ തടുക്കുക, നമ്മുടെ മക്കളുടെ ഭാവി തകർക്കുക, നമ്മുടെ മക്കൾ ലോകത്തിന് കൂത്തുകാഴ്ചയായി മാറുക. അതേപോലെ ശത്രു നമുക്കെതിരെ പല പോരാട്ടം നടത്തും. അതിനെതിരെ അവൻ്റെ അമിക്കയറുകളെ അഴിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് ചുറ്റും ദുഷ്ടം കെട്ടിയിരിക്കുന്ന ഒരു കയറുണ്ട്. നിന്നെ മുന്നോട്ട് വിടുകയില്ല, നിന്നെ ഇത്രേ വിടുകയുള്ളൂ, നിനക്കൊരു പരിധി വെച്ചിട്ടുണ്ട്. ഈ പരിധിക്കപ്പുറം നിനക്ക് പോകാൻ പാടില്ലെന്ന് ഒരു കയറ് നിനക്ക് കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. ആത്മീയത്തിൽ നിന്നെ മുന്നോട്ട് വിടുകയില്ല. ആത്മീയത്തിൽ നിന്നെ മുന്നോട്ട് വിട്ട് കഴിഞ്ഞാൽ പലതും നടക്കുമെന്ന് ദുഷ്ടനായ പിശാചിനറിയാം. സ്തോത്രം. ഈ പിശാച് നിനക്കെതിരെ ഒരു കയർ കെട്ടിയിട്ടുണ്ട്. സ്തോത്രം. നിന്നെ മുന്നോട്ട് വിടാതെ ഇരിക്കാനായിട്ട് അവൻ്റെ ലക്ഷ്യം നിന്നെ മുന്നോട്ട് വിടാൻ പാടില്ല. നിനക്കെതിരെ മുഖം വെച്ചിരിക്കുകയാണ്. പക്ഷേയെങ്കിൽ നിൻ്റെ ഉപവാസ പ്രാർത്ഥന ദൈവവ്യവസ്ഥപ്രകാരം ആ മുഖം തകർക്കപ്പെടണം. അത് തകർന്ന് അത് ഇല്ലാതെയാകണം. എങ്കിൽ അതിൻ്റെ കീഴ്പ്പെട്ട് വായിക്കുമ്പോൾ, പീഡിതരെ സ്വതന്ത്രരാക്കണം. ഇതിന് സ്തോത്രം. പീഡിതരെന്ന് പറയുന്നത് ആരാണ്? പീഡിതരെ സ്വതന്ത്രരാക്കണം. നമ്മൾ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ദൈവം എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഇത്. നമ്മോട് തെറ്റ് ചെയ്തവരോട് നമുക്ക് പലപ്പോഴും ക്ഷമിക്കാൻ പറ്റുകയില്ല. നമ്മോട് ചെയ്ത തെറ്റ് പലപ്പോഴും അത് നമ്മുടെ ഓർമ്മയിലും നമ്മുടെ ഹൃദയത്തിലും അത് നിലനിൽക്കുന്നൊരു കാര്യമാണ്. എങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ഇതൊരു സ്തോത്രം. ഹൃദയപൂർവ്വം ക്ഷമിച്ച് അതിൽ നിന്ന് വിടുതൽ ഉണ്ടാകണം. അതാണ് പറയുന്നത്. നിങ്ങളുടെ പീഡിതരെ സ്വതന്ത്രരാക്കണം. പീഡിതരാരാണ്? പീഡിതർ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇരിക്കുന്ന ഒരു കയ്പിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാക്കണം. ഉപവാസ പ്രാർത്ഥന നമുക്കതൊരു വിടുതലായിരിക്കണം. സ്തോത്രം. നമുക്ക് ദാനിയേൽ പ്രവചനം 2:18 വാക്യം തുടർന്ന് നോക്കാം. സ്തോത്രം. 17 വാക്യം. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് തൻ്റെ കൂട്ടുകാരോട്, ബാബേലിലെ വിദ്വാൻമാർ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യങ്ങളെ കുറിച്ച് സ്വർഗസ്വനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ. സ്തോത്രം. ഈ ദാനിയേൽ രാജാവിൻ്റെ കൽപ്പന അറിഞ്ഞപ്പോൾ ദാനിയേൽ
കൂട്ടുകാരെ വിളിച്ചിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ കാരണം ലഭിപ്പാൻ ദൈവസന്നദ്ധിയിൽ മുഴങ്കാലും മടക്കുകയാണ്. വൻ കാര്യങ്ങൾ അറിയിക്കുന്നവനായ ദൈവത്തിൻ്റെ മുന്നിൽ ദാനിയേൽ മുട്ടുമടക്കിയാണ്. കാര്യങ്ങൾ അറിയേണ്ടത് ദാനിയേലിൻ്റെ മഹത്വമാണ്. സ്തോത്രം. ദൈവം കാര്യങ്ങളെ മറച്ചു വെക്കുമ്പോൾ കാര്യങ്ങൾ അറിയേണ്ടത് ഒരു പ്രതീക്ഷിക്കപ്പെട്ടവൻ്റെ ദൗത്യമാണ്. സ്തോത്രം. അതിനാണ് ദാവീദ് ദിവസം ഇരിക്കുന്നത്. അതിന് തന്നെ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഇതുപോലെ നമുക്ക് നോക്കാം. ഇപ്പോൾ കുഴല് നാദങ്ങൾ, വീണ, നാഗസ്വരം മുതലായവ സകല വാദ്യമേളം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങി നിന്നാൽ നന്ന്. നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ വീഴും. സ്തോത്രം. എങ്കിൽ അവിടെ ദാനിയേൽ ഒരു പ്രതീക്ഷിക്കപ്പെട്ട ദൈവവൈദ്യർ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. എങ്കിലും നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, നെബൂഖദ്നേസർ രാജാവിനെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ സേവിച്ചിരിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഇതിലും രാജാവിൻ്റെ ദേവനെ ഞങ്ങൾ സേവിക്കയില്ല. സ്തോത്രം. അതാണൊരു പ്രതിഷ്ഠ. പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഇവനെയാണ് ദൈവം വൻ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവം മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ പ്രതീക്ഷിക്കപ്പെട്ടവനെയാണ്. സ്തോത്രം. ഇവൻ എല്ലായിടത്തും കുമ്പിടാൻ പോയില്ല. അയ്യോ, എൻ്റെ കൂടെ ഉള്ളവർ എല്ലാവരും വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാത്രമേ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കും. നമ്മുടെ തൊഴിൽ മേഖലയിലായാലും, നമ്മൾ 4 പേര് കൂടുന്ന പാട്ടിലായാലും, നമ്മുടെ സ്നേഹിതന്മാരും നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മൾ കൂടുന്ന പാട്ടിലായാലും അവരെല്ലാം ഈ വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കും എന്ന് നമ്മൾ നിൽക്കാൻ പാടില്ല. ഒരു പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ് നീ. അതിൽ വേർപാട് നീ ആചരിക്കണം. ജാതികളുടെ കൂടെ കൂടി നിൽക്കുന്നത് പ്രതിഷ്ഠയല്ല. ജാതികൾ വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ അവരെന്തോർക്കുമെന്ന് വിചാരിച്ച് നീ അതിനോട് കൂടിയെന്ന് ആരാധിക്കുന്നതല്ല കാര്യം. നീ വേർപെട്ടവനാണ്. നീ വേർതിരിവ് നീ അവിടെ കാണിക്കണം. നീ ക്രിസ്തുവിനെ അവിടെ ഉയർത്തണം. ക്രിസ്തുവിനെ ഉയർത്താൻ നീ ശക്തനാകണം. സ്തോത്രം. എങ്കിൽ ദാനിയേലിനെ അവിടെ എരിയുന്ന തീ ചുളയിടുന്ന്, തീ 7 മടങ്ങ് വർദ്ധിപ്പിച്ച് ദാനിയേലിനെ കൂട്ടരെയും തീയിലിടുന്നു. അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ 3 പുരുഷന്മാരെ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീ ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭൂമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിയോട് ചോദിച്ചു, നാം 3 പുരുഷന്മാരെ അല്ലേ ബന്ധിച്ച് തീയിലിട്ടത്? ചോദിച്ചതിന് അവൻ സത്യം തന്നെ എന്ന് രാജാവോട് ഉത്തരം പറയിച്ച്. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. 4മതൊരുവൻ കൂടി അവിടെ വന്ന് ഇതിന് സ്തോത്രം. നീ പ്രതിഷ്ഠയിൽ ഉറച്ചു നിന്നാൽ,
ദൈവത്തിലുള്ള പ്രതിഷ്ഠയിൽ നീ ഉറച്ചു നിന്നാൽ ദൈവം അവിടെ നാലാമനായിട്ട് നിനക്ക് കൂടെ വരും. പ്രതികൂല സാഹചര്യത്തിൽ എരിയുന്ന തീക്കകത്തും വന്ന ദൈവം നിനക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കും. സ്തോത്രം. അവിടെ ദാനിയേലിന് വേണ്ടി അവിടെ ദൈവം ഇറങ്ങി വരികയാണ് തീച്ചൂളയിൽ. അത് നാലാമതൊരുവൻ കൂടി നടക്കുന്ന. സ്തോത്രം. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നത്. നീ വിഗ്രഹത്തെ ആരാധിക്കാൻ കൂടി നിന്ന് നീ വിഗ്രഹത്തെ ആരാധിച്ചാൽ ഈ ദൈവമഹത്വം നീ കാണുകയില്ല. നീ വിടേണ്ടത് വിട്ട് തന്നെ നിൽക്കണം. നീ ഒരു ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞത് ദൈവവൈതലാണ്. സ്തോത്രം. അത് നീ ഒരിക്കലും മറക്കരുത്. ഉൽപ്പത്തി പുസ്തകം 41:15 വാക്യം. സ്തോത്രം. ഫറവോൻ ജോസഫിനോട്, ഞാൻ ഒരു സ്വപ്നം കണ്ട് അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നിന്നൊരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ്. അതിന് ജോസഫ്, ഫറവോനെ, ഞാനല്ല, ദൈവം തന്നെ ശുഭമായൊരു ഉത്തരം നൽകട്ടെ. സ്തോത്രം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നവനായ ദൈവം ജോസഫിനാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ജോസഫ് പറയുന്നത്, ശുഭമായൊരു ഉത്തരം ദൈവം തരട്ടെ. സ്തോത്രം. അതാണ് പ്രതിഷ്ഠിക്കപ്പെട്ടവൻ. അവൻ്റെ നാവിൽ ഉത്തരമുണ്ട്. അവൻ്റെ നാവിൽ ഉത്തരം ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. പ്രതീക്ഷിക്കപ്പെട്ടവനെയാണ് ദൈവം ഉത്തരം കൊടുക്കുന്നത്. സ്തോത്രം. നമുക്ക് ഒരു വാക്യം വായിക്കാം. ദാനിയേൽ പ്രവചനം 6:10 വായിക്കാം. സ്തോത്രം. രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന് മാളിയുടെ കിളിവാതിൽ തുറന്ന്, സ്തോത്രം, അവൻ പ്രാർത്ഥിച്ചു വന്ന പോലെ 3 വട്ടം പ്രാർത്ഥിച്ച്. ഇതിന് സ്തോത്രം. ഇവിടെ രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ, സ്തോത്രം, ദാനിയേൽ രാജാവിനോട് സമയം ചോദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടുമടക്കിയാണ് ചെയ്യുന്നത്. ദൈവവൈദ്യരെ, നിനക്കൊരു കാര്യം വരുമ്പോൾ നീ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടുമടക്കിയാൽ അതിന് പ്രതിഫലമുണ്ടാകും നിശ്ചയം. സ്തോത്രം. അതിന് മാറ്റമില്ല. അത് നിനക്ക് ദൈവം വെളിപ്പെടുത്തി തരും. അതാണ് ദൈവത്തിൻ്റെ മഹത്വം. സ്തോത്രം. ദൈവം കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയും നിനക്ക് ദൈവം വെളിപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 6:15 ഒന്ന് വായിക്കാം. ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരയും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ട് ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്തു ചെയ്യും? സ്തോത്രം. പട്ടണം വളഞ്ഞിരിക്കുകയാണ് അരാമ്യ സൈന്യം. ഇതിൽ സ്തോത്രം. അതിൻ്റെ ശിഷ്യം കണ്ടുകപ്പോൾ ഭയപ്പെട്ട്. എങ്കിൽ പ്രതീക്ഷിക്കപ്പെട്ടവൻ അവൻ ചലിക്കുന്നില്ല. അവൻ പറയുന്നത്, അവൻ പ്രാർത്ഥിക്കുകയാണ്, ഒരു ബാല്യക്കാരൻ്റെ കണ്ണു തുറക്കണമെന്ന്. സ്തോത്രം. കണ്ണു തുറക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഒരു പ്രതീക്ഷിക്കപ്പെട്ടവന് വേണ്ടി ചെയ്യുന്ന നന്മയെക്കുറിച്ച് കാണാൻ എല്ലാവർക്കും പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. നീ കൂടെ നടക്കുന്നവനായോണ്ട് കാര്യമില്ല. നീ ഒരു പ്രതിഷ്ഠിക്കപ്പെട്ടവനാകണം. ദൈവത്തിന് സ്തോത്രം. നീ ഒരു പ്രതിഷ്ഠിക്കപ്പെട്ടവനാകുമ്പോഴാണ് ദൈവം അതിൻ്റെ കാരണം നിന്നെ കാണിച്ചു തരുന്നത്. അങ്ങനെ ബാല്യക്കാരൻ കണ്ണു തുറന്ന് എലീശായുടെ ചുറ്റും അഗ്നിമയമുള്ള കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ട്. സ്തോത്രം. ഒരു പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവപൈതലിന് എന്തെല്ലാം സംരക്ഷണം ഉണ്ടെന്ന് നീ ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം നീ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ലോകം
എത്ര മടങ്ങ് പടയാളികൾ വന്നാലും ഒരു ദൈവത്തിൻ്റെ പൈതനെ നശിപ്പിക്കണത് സാധ്യമല്ല. നിൻ്റെ മുന്നിൽ പ്രയാസങ്ങളും കഷ്ടതയും ഇട്ടുകൊണ്ട് ഞെരുക്കങ്ങളിട്ടുകൊണ്ട് ശത്രു പോരാടും. പക്ഷേ അവിടെ ഒന്നും നീ പരാജയപ്പെട്ടു പോയേല. അവിടെ നിനക്ക് ചുറ്റും സ്വർഗത്തിലെ സൈന്യം നിനക്ക് ചുറ്റുമുണ്ട്. മല നിറഞ്ഞു നിൽക്കുകയാണ്. സ്തോത്രം. അതാണ് ദൈവം. അതാണ് ദൈവത്തിൻ്റെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ദൈവവചനമുള്ള കാവൽ. നമുക്ക് ഒരു വാക്യം വായിക്കാം. പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വിളിക്കപ്പെട്ട ഒരു ജാതിയും പുരോഹിത വർഗവും. സ്തോത്രം. ദൈവം എന്താ പറയുന്നത്? അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. സ്തോത്രം. ഇതാണ് രാജാക്കന്മാർക്കാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആ രാജാക്കന്മാർ നമ്മൾ ഓരോരുത്തരുമായിരിക്കണം. നമ്മളതിന് വേർപെട്ടവനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞവനായിരിക്കണം. രാജകീയ പുരോഹിത വർഗമായിരിക്കണം. നാം ഒരു രാജകീയ പുരോഹിത വർഗമാണ്. സ്തോത്രം. അതിൻ്റെ ഓമ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. സ്തോത്രം.